ഫുൾ പടത്തിന് ഫുൾ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ട് നല്ല കണ്ടിരിക്കാൻ പേഴ്സണലായിട്ട് എന്താണ് അഭിപ്രായം? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കൊരു തോന്നലുണ്ടാവും. പടം തുടങ്ങിയ അവസരത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതൊരു ഹിന്ദി പടമാണോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അതൊരു മലയാള പടമാണോ, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് പടമാണോ, അങ്ങനെയുള്ള പല ചിന്തകളും നമുക്ക് വരും. അങ്ങനെ ഇന്റർവ്യൂവിൽ കടന്നു കഴിഞ്ഞ് ഇന്റർവ്യൂവിലേക്ക് ശേഷം പിന്നെ തിയേറ്ററിൻ്റെ അകത്ത് ചെറിയൊരു കുലിക്കം, വളരെ ചെറിയൊരു നമ്മളെ ഫസ്റ്റില് L1 ലൂസിഫറിൽ ലാലേട്ടൻ ആ ഒരു ചെറിയ സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളൊരു കളി. ഇത് ശരിക്കും ഷാഹിദ് മഷൂദിന്റെ കഥയാണ്. ഷാഹിദ് മഷൂദ് പൃഥ്വിരാജിന്റെ കഥയാണ് ശരിക്കും. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ നല്ല ആക്ഷനാണ്. പിന്നെ ക്യാമറ ഉഗ്രനാണ്. ഇതിലൊരു ഷൂട്ടുണ്ട്. ക്യാമറ എങ്ങനെയാണ് പോയേക്കെന്ന് വെച്ചാൽ ഇറാഖിലുള്ള ഒരു ഷൂട്ടാണ്. ഒരു പള്ളി, ലാലേട്ടൻ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു സീനുണ്ട്. സൂപ്പറാണ്. ക്യാമറ വർക്കൊന്നും പറയാനില്ല, പൊളിയാണ്. ഇതിന്റെ ഫൈറ്റ് സീനാണെങ്കിൽ പൊളിയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും മേക്കിംഗ്. ഞാൻ പറഞ്ഞല്ലോ പൃഥ്വിരാജ് പുള്ളിക്ക് എങ്ങനെ വന്നാലും ഹോളിവുഡിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ പുള്ളിക്ക് പണി അറിയാം. മോഹൻലാലിന്റെ പ്രസൻസ് കുറവാണ്. നമുക്ക് എങ്ങനെ വന്നാലും പടം തുടങ്ങി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൽ ആരാണ് നായകനെ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതൊരു മണിക്കൂറായിട്ടും പുള്ളിനെ കാണുന്നില്ല. നമ്മളൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്. പടം കണ്ടുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. പിടിച്ച് ലാലേട്ടനും പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സും ഇപ്പം ഈ പറഞ്ഞ പൃഥ്വിരാജ്, ഷാഹിദ് മഷൂദ് തന്നെ ഒരു 4 സീനിലോ 5 സീനിലോ വന്നു പോകുന്നുള്ളൂ. പുള്ളിയുടെ കഥയാണ് ഈ സിനിമ. നമ്മൾ കണ്ടിട്ട് വേണം 2 കാണാൻ വേണ്ടി വരാൻ. ഇനിയുള്ള ബാക്കി കളികളൊക്കെ L3-ലാണ്. അത് വേറെ കളികളായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ചൈനയിലോ കൊറിയയിലൊക്കെ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള ഷൂട്ടിങ്. കുറച്ച് പൈസ ഈ പടം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? പക്ഷേ നമ്മൾ പ്രതീക്ഷ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, വലിയൊരു ഹൈപ്പ് സാധനം. ഇപ്പോൾ പൃഥ്വി തന്നെ വന്നിട്ട് പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ പൃഥ്വിയുടെ അമ്മക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇത് സത്യം പറയാച്ചാൽ ഇതൊരു ബിസിനസ് പടമാണ്. പിന്നെ മെയിനായിട്ടും ഈ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം മോഹൻലാലിന്റെ ഇൻട്രോ ഗംഭീര ബിജിഎമായിട്ട് വന്നിട്ടുണ്ട്. കവിതയൊക്കെ കീഴിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ ബിജിഎമ്മും സൗണ്ടും കൂടി വരുമ്പോൾ ഒരു എഫക്റ്റ് ഗംഭീരമാണ്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടം അല്ല അതുകൊണ്ട് അങ്ങനെ പറയല്ല, അതായത് മമ്മൂക്കയുടെ എൻട്രി ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ കരുതാണ്. പക്ഷേ ആ എൻട്രി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു ഗംഭീര പടമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ ഇനിയിപ്പോൾ 3-ലേക്കുള്ളൊരു അവസാനം കാട്ടുന്നുണ്ട്. 3-ലേക്കുള്ള ഒരു ലെങ്ത് പോലെ കാട്ടുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരമാണ്.